ഗവിയിലേക്കൊരു യാത്ര. പത്തനംതിട്ടയിൽ നിന്നും KSRTC ബസ്സിൽ പോവാനാണ് പ്ലാൻ. ഇപ്പോൾ സമയം രാവിലെ 5:50. പത്തനംതിട്ടയിൽ നിന്നും ഡെയിലി രാവിലെ 5:30-ക്കും 6:30-ക്കും പിന്നെ ഉച്ചയ്ക്ക് 12:30-ക്കും ഗവി വഴി കുമളിക്ക് പോകുന്ന ബസ്സുണ്ട്. ഈ കാണുന്ന ഗവി ജംഗിൾ സഫാരി ബസ് KSRTCയുടെ ടൂർ പാക്കേജിൽ ഓൺലൈൻ ബുക്ക് ചെയ്തവർക്ക് പോകാനുള്ളതാണ്. നമുക്ക് പോവേണ്ടത് 6.5 കിലോ ഓർഡിനറി ബസ്സിനാണ്. കൃത്യം 6:30-ക്ക് തന്നെ ബസ് പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്നും എടുത്തു. ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യമേ കയറാൻ പറ്റിയതുകൊണ്ട് മാത്രമാണ് സീറ്റ് കിട്ടിയത്. 153 രൂപയാണ് പത്തനംതിട്ടയിൽ നിന്നും ഗവി വരെ ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ്. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ ആങ്ങാമൂഴിയിൽ എത്തും. ഗവിയിലേക്ക് പോകുന്ന ബസ്സുകളെല്ലാം ഇവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് യാത്ര തുടരുന്നത്. കാരണം ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഏകദേശം 4 മണിക്കൂറോളം ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടില്ല. ആങ്ങാമൂഴിയിൽ നിന്നും ഗവിയിലേക്ക് ഏകദേശം 80 കിലോമീറ്റർ ദൂരമുണ്ട്. പൂർണ്ണമായും കാടിന്റെ ഉള്ളിലൂടെയുള്ള യാത്ര. പോകുന്ന വഴിക്ക് പല ഡാമുകൾ കാണാം. ഇതാണ് മൂഴിയാർ ഡാം. നല്ല ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റ് ആണ് ഇത്. പോകുന്ന വഴിയിലുള്ള വ്യൂ പോയിന്റ്സ് എല്ലാം ഡ്രൈവറും കണ്ടക്ടറും നമുക്ക് കാണിച്ചു തരും. കാണുന്ന കാഴ്ചകളെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അവർ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. ഗവിയിലേക്ക് പോകാൻ 3 മാർഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഇതുപോലെ പത്തനംതിട്ട ഗവി കുമളി റൂട്ടിലും തിരിച്ചും സർവീസ് നടത്തുന്ന KSRTC ഗവി ഓർഡിനറി ബസ് സർവീസ്. ഇനി രണ്ടാമത്തേത് KSRTCയുടെ തന്നെ ഗവി പാക്കേജ് ടൂർ. നമ്മൾ ആദ്യം കണ്ട ഗവി ജംഗിൾ സഫാരി ബസ് അതിലുൾപ്പെട്ടതാണ്. ഇനി മൂന്നാമത്തേത് നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ ഗവിയിലേക്ക് പോവാം. 2 വീലറിൽ ഗവിയിലേക്ക് പോകാൻ സാധിക്കില്ല. ഡെയിലി 30 വാഹനങ്ങൾ മാത്രമേ ഗവിയിലേക്ക് കടത്തിവിടുകയുള്ളൂ. യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ 3 ദിവസം മുമ്പായിട്ട് gavi-kakki-online.com എന്ന വെബ്സൈറ്റിൽ വാഹന നമ്പരും ഡീറ്റെയിൽസും എൻട്രി ചെയ്ത് പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് വേണം പോവാൻ. രാവിലെ 8:30 മുതൽ 11 മണി വരെ മാത്രമേ ആങ്ങാമൂഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് ഗവിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 11 മണി കഴിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനിൽ നമ്മളെടുത്ത എൻട്രി പെർമിറ്റും ID പ്രൂഫും ആങ്ങാമൂഴി ചെക്ക് പോസ്റ്റിൽ വെരിഫൈ ചെയ്തിട്ടേ അകത്തേക്ക് കടത്തിവിടുകയുള്ളൂ. ഗവിയിലേക്കുള്ള യാത്ര 1 വേ ഇൻ 1 വേ ഔട്ട് രീതിയിലാണ് വരുന്നത്. അതായത് ആങ്ങാമൂഴി ചെക്ക് പോസ്റ്റിൽ നിന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ആവുന്നത് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലായിരിക്കും. തിരിച്ച് ആങ്ങാമൂഴി ചെക്ക് പോസ്റ്റിലേക്ക് വരാൻ സാധിക്കില്ല. ഇതൊക്കെയാണ് സ്വന്തം വാഹനത്തിൽ ഗവിയിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കുമളിയിൽ നിന്നും തിരികെ പത്തനംതിട്ടയ്ക്ക് പോകുന്ന ബസ്സാണിത്. ബസ്സിലെ തിരക്ക് കണ്ടില്ലേ? ഇതേ തിരക്ക് തന്നെയാണ് ഞങ്ങളുടെ ബസ്സിലും ഉള്ളത്. ഇതാണ് പെൻസ്റ്റോക്ക്. ഇതിലൂടെയാണ് കക്കി ഡാമിൽ നിന്നും വെള്ളം ശബരിഗിരി പവർ സ്റ്റേഷനിലേക്ക് എത്തുന്നത്.
ഇതാണ് കക്കി ഡാമിന്റെ റിസർവോയർ ഏരിയ. ഇവിടെ എത്തിയപ്പോൾ ബസ് കുറച്ചു നേരം നിർത്തിയിട്ടു. ഇതാണ് നമ്മുടെ ബസ്. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് വീണ്ടും എടുത്തു. ഇപ്പൊ നമ്മൾ കാണുന്നതാണ് കക്കി ഡാമും അതിന്റെ റിസർവോയർ ഏരിയയും. വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഓർഡിനറി മൂവിയുടെ ക്ലൈമാക്സിൽ ആസിഫ് അലി ഡാമിന്റെ മുകളിൽ നിന്ന് ചാടുന്ന സീൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ ആനത്തോട് ഡാം പാസ് ചെയ്യും. ഈ ഡാമുകളെല്ലാം ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമാണ്. പെരിയാർ ടൈഗർ റിസർവിന്റെ ചെക്ക് പോയിന്റ് ആണ് ഇവിടം. ഇത് പാസ് ചെയ്താണ് ഗവിയിലേക്ക് കയറുന്നത്. അങ്ങനെ പമ്പ ഡാമും പാസ് ചെയ്ത് 11:30 ഗവിയിലെത്തി. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, KFDCയുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ ബുക്കിംഗ് ചെയ്തിട്ട് വരുന്നവർ മാത്രമേ ഇവിടെ ഇറങ്ങാൻ പാടുള്ളൂ. അവർക്ക് മാത്രമേ ഇവിടെ ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ലഭ്യമാവുകയുള്ളൂ. ഇതറിയാതെ ഗവി എത്തിയെന്ന് കണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ ഭക്ഷണമോ വെള്ളമോ ലഭിക്കാതെ വലഞ്ഞു പോകത്തേ ഉള്ളൂ. മൊബൈലിന് റേഞ്ചും ഉണ്ടാവില്ല. കുമളിയിൽ നിന്നും തിരികെ പത്തനംതിട്ടയ്ക്ക് പോകുന്ന ബസ് 2:30 വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കാനേ സാധിക്കുകയുള്ളൂ. ഗവിയിൽ എന്തൊക്കെയാണ് കാണാനുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയണ്ടേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പാർട്ട് 2 ഉടനുണ്ടാവും.